ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചിക്കൻ അൽഫാം ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. അതിനായിട്ട് ചിക്കൻ കഴുകി വരഞ്ഞെടുത്തിട്ടുണ്ട്. ശേഷം നമുക്ക് മാരിനേഷനുള്ള മസാല തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു സവാള, ഒരു ടൊമാറ്റോ, ദെൻ ഒരു 2 ഗ്രീൻ ചില്ലി, പിന്നെ കുറച്ച് മല്ലിയില. ആദ്യം ഇതൊക്കെ ഒന്ന് ചെറിയ ചാറായതുകൊണ്ട് ആദ്യം ഇതൊക്കെ ഒന്ന് നമ്മുടെ മിക്സിയിലിട്ട് മിക്സ് ചെയ്തെടുത്തു. ശേഷം ഒരു ചെറിയ പീസ് ഇഞ്ചി, ദെൻ ഒരു 6-7 വെളുത്തുള്ളി, പിന്നെ ഹാഫ് ലെമൺ, പിന്നെ ഒരു 3/4 ടേബിൾ സ്പൂൺ കുരുമുളക്, ദെൻ കാശ്മീരി ചില്ലി പൗഡർ, മഞ്ഞൾപ്പൊടി, ഗരം മസാല. കാശ്മീരി ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി എടുത്തിട്ടുണ്ട്. ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 3/4 ടേബിൾ സ്പൂണോളം ഗരം മസാല. ഗരം മസാലയും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നല്ല ജീരകം ഒരു 1/2 ടേബിൾ സ്പൂൺ കംപ്ലീറ്റ് എടുക്കേണ്ട, അരയിലും കുറച്ച് കുറവായിട്ട് അത്ര തന്നെ പെരിഞ്ജീരകവും എടുത്ത് ദെൻ തൈര് ആഡ് ചെയ്തു. പിന്നെ സൺഫ്ലവർ ഓയിൽ ഒരു 3-4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ, ദെൻ ഉപ്പ്. ഇതൊക്കെ ഇട്ട് നന്നായിട്ട് ഒരു 3-4 കറക്കി കഴിഞ്ഞാൽ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ് മസാല. അപ്പോൾ ഇതൊക്കെ ഗ്രൈൻഡ് ചെയ്തെടുത്തതിന് ശേഷം ഉപ്പ് ആവശ്യത്തിനുണ്ടോ എന്നുള്ള ചെക്ക് ചെയ്യാം. ആവശ്യത്തിനില്ലെങ്കിൽ ആഡ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ചിക്കനിലോട്ട് മസാല പരട്ടി വെക്കേണ്ടത്. ചിക്കനിൽ നന്നായി മസാല പരട്ടി വെച്ചതിന് ശേഷം ഒരു 2 to 4 hours എങ്കിലും ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ശേഷം പിന്നെ വേറെ പണിയൊന്നുമില്ല. ശേഷം നമുക്ക് നേരെ ഓവനിൽ ഇട്ടിട്ട് ഒരു 45-50 മിനിറ്റ്സോളം ഓവനിൽ വെച്ച് വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ അൽഫാം റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്, നല്ല മസാലയാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതാ നമ്മുടെ അൽഫാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കൊതി സഹിക്കാൻ വയ്യാതെ ചെറിയൊരു കഷ്ണം ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. അതിൻ്റെ തെളിവാണ് അവിടെ കാണുന്നത്.